ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ 2 ദിവസത്തെ കേരള സന്ദർശനത്തിനായി ഇന്ന് തിരുവനന്തപുരത്തെത്തും. ശാസ്ത്രീയ ഇടപെടലിലൂടെ രാജ്യം കാർഷിക രംഗത്ത് മുന്നേറുകയാണെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള സിനിമയുടെ പുതിയ പതിപ്പ് ഇന്ന് സെൻസർ ബോർഡിന് മുന്നിൽ. സംസ്ഥാനത്ത് നിപ ജാഗ്രത തുടരുന്നു. പാലക്കാടും മലപ്പുറത്തും കേന്ദ്രസംഘത്തിന്റെ സന്ദർശനം പുരോഗമിക്കുന്നു. ജനസംഖ്യാ വർധനയുടെ വെല്ലുവിളികളെക്കുറിച്ച് അവബോധമുണർത്തി ഇന്ന് ലോക ജനസംഖ്യാ ദിനം. ലോർഡ്സ് ക്രിക്കറ്റ് ടെസ്റ്റിന്റെ 1ാം ഇന്നിംഗ്സിൽ ഇന്ത്യയ്ക്കെതിരെ ഇംഗ്ലണ്ട് ഭേദപ്പെട്ട സ്കോറിൽ. വാർത്തകൾ വിശദമായി. ബിജെപി മുതിർന്ന നേതാവും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുമായ അമിത്ഷാ ഇന്ന് തിരുവനന്തപുരത്തെത്തും. നാളെ ബിജെപിയുടെ പുതിയ സംസ്ഥാന കാര്യാലയം അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. പുത്തരിക്കണ്ടം മൈതാനത്ത് തെക്കൻ ജില്ലകളിലെ ബൂത്ത് ലെവൽ നേതാക്കളെ അഭിസംബോധന ചെയ്യുന്ന അദ്ദേഹം ബിജെപി സംസ്ഥാന നേതൃയോഗത്തിലും പങ്കെടുക്കും. കണ്ണൂർ തളിപ്പറമ്പിലെ രാജരാജേശ്വര ക്ഷേത്രത്തിലും കേന്ദ്രമന്ത്രി ദർശനം നടത്തും. രാത്രി അദ്ദേഹം ഡൽഹിയിലേക്ക് മടങ്ങും. ശാസ്ത്രീയ ഇടപെടലിലൂടെ രാജ്യം കാർഷിക രംഗത്ത് മുന്നേറുകയാണെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. തിരുവനന്തപുരം ശ്രീകാര്യത്തുള്ള കേന്ദ്ര കിഴങ്ങ് വർഗ്ഗ ഗവേഷണ കേന്ദ്രത്തിന്റെ 62ാം സ്ഥാപക ദിനാഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് ലബോറട്ടറികളിൽ നടക്കുന്ന എല്ലാ ശാസ്ത്രീയ പരീക്ഷണങ്ങളും രാജ്യത്തെ ജനങ്ങൾക്കും കർഷകർക്കും ഗുണം ചെയ്യണമെന്നും ഗവർണർ പറഞ്ഞു. JSK സിനിമയുടെ പുതിയ പതിപ്പ് ഇന്ന് സെൻസർ ബോർഡിന് മുന്നിലെത്തും. ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന പേര് മാറ്റിയാണ് സിനിമ പുറത്തിറങ്ങുക. കോടതിയിലെ ഒരു രംഗം മ്യൂട്ട് ചെയ്യണമെന്ന് കഴിഞ്ഞ ദിവസം കോടതി ആവശ്യപ്പെട്ടിരുന്നു. പുതിയ പതിപ്പ് സമർപ്പിച്ച് 3 ദിവസത്തിനകം സിനിമയ്ക്ക് സർട്ടിഫിക്കറ്റ് നൽകാമെന്ന് സെൻസർ ബോർഡും കോടതിയെ അറിയിച്ചു. നിലവിലെ സൌകര്യങ്ങൾ ഉപയോഗിച്ച് പാലക്കാട് നഗരത്തിലെ ഗതാഗതം സുഗമമാക്കാനുള്ള പദ്ധതി പാലക്കാട് IITയുടെ നേതൃത്വത്തിൽ തയ്യാറാക്കും. ഇതിനായി പോലീസ്, മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ IIT സിവിൽ എഞ്ചിനീയറിംഗ് വിഭാഗം കഴിഞ്ഞ ദിവസം നഗരത്തിൽ പരിശോധന നടത്തി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്. KSRTC ജംഗ്ഷൻ, മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ്, സുൽത്താൻപേട്ട, ഒലവക്കോട്, കൽമണ്ഡപം എന്നിവിടങ്ങളിലായിരുന്നു പരിശോധന നടത്തിയത്. ഇതിന് മുന്നോടിയായി ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ വിദഗ്ധ സമിതിയുടെ യോഗവും നടന്നു. നഗരത്തിലെ പ്രധാന റോഡുകളിലെ വാഹന സാന്ദ്രതാ സമയം, വൺ വേ സാധ്യതകൾ, പോക്കറ്റ് റോഡുകളുടെ ഉപയോഗം എന്നിവ ആദ്യഘട്ടത്തിൽ പരിശോധിച്ച് ഉടൻ നടപടികൾ സ്വീകരിക്കും. പദ്ധതി തയ്യാറാക്കാൻ ആവശ്യമായ അടിസ്ഥാന വിവരങ്ങൾ അതത് വകുപ്പുകൾ ലഭ്യമാക്കും. സംസ്ഥാനത്ത് നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനുള്ള കേന്ദ്രസംഘം പാലക്കാടും മലപ്പുറത്തും സന്ദർശനം തുടരുന്നു. പുനെ നാഷണൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട്, ICMR എന്നിവിടങ്ങളിൽ നിന്നുള്ള സംഘമാണ് പരിശോധന നടത്തുന്നത്. വവ്വാലുകളെക്കുറിച്ച് സർവേ നടത്തുന്ന മറ്റൊരു സംഘവും പ്രദേശത്തുണ്ട്. സെപ്റ്റംബർ മാസം വരെ നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമായി തുടരാനാണ് ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശം. അതേസമയം മലപ്പുറത്ത് പുതിയ നിപ കേസുകൾ റിപ്പോർട്ട് ചെയ്യാത്ത സാഹചര്യത്തിൽ കണ്ടെയ്ൻമെന്റ് സോണുകൾ ഒഴിവാക്കി. പാലക്കാട് കണ്ടെയ്ൻമെന്റ് സോണുകൾക്ക് മാറ്റമില്ല. നിലവിൽ സംസ്ഥാനത്ത് 2 പേരാണ് നിപ ബാധിതരായി ചികിത്സയിലുള്ളത്. സമ്പർക്ക പട്ടികയിൽ ആകെ 499 പേരാണ് ഉള്ളത്. ഗവർണറുടെ പരിപാടി താൻ വീണ്ടും ബഹിഷ്കരിച്ചു എന്ന തരത്തിൽ ചില മാധ്യമങ്ങളിൽ വന്ന വാർത്ത തികച്ചും അടിസ്ഥാനരഹിതമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. മന്ത്രിസഭാ യോഗം നീണ്ടുപോയതിനാലാണ് ഇന്നലെ മസ്കറ്റ് ഹോട്ടലിൽ നടന്ന ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിയാതെ പോയതെന്ന് മന്ത്രി സമൂഹ മാധ്യമ പോസ്റ്റിലൂടെ പറഞ്ഞു. ഇന്ന് ലോക ജനസംഖ്യാ ദിനം. 1987 ലോക ജനസംഖ്യ 500 കോടി തികഞ്ഞതിന്റെ ഓർമ്മയ്ക്കായി 1989 ജൂലൈ 11 ആദ്യമായി ദിനം ആചരിച്ചത്. ഇന്ന് 820 കോടിയിലധികം മനുഷ്യർ ഭൂമിയിൽ ജീവിക്കുന്നുവെന്നാണ് കണക്ക്. 146 കോടി പേർ അധിവസിക്കുന്ന ഇന്ത്യയാണ് ജനസംഖ്യയിൽ ഒന്നാമത്. അമ്മയുടെയും കുഞ്ഞിന്റെയും ക്ഷേമത്തിന് ഗർഭാലത്തിന്റെ ആരോഗ്യകരമായ സമയവും ഇടവേളയും എന്നതാണ് ഈ വർഷം ലോക ജനസംഖ്യാ ദിനാചരണത്തിന്റെ പ്രമേയം. കേരള സർവകലാശാല കാര്യവട്ടം ക്യാമ്പസിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡെമോഗ്രഫി മേധാവി ശ്രീമതി പ്രീതി കെ ആകാശവാണി വാർത്തകളോട്. UN സെക്രട്ടറി ജനറലിന്റെ സന്ദേശമനുസരിച്ച് യുവജനങ്ങളുടെ ശാക്തീകരണത്തിന് മുൻതൂക്കം നൽകേണ്ടതുണ്ട്. കേരളത്തിന്റെ ഇപ്പോഴത്തെ വയോഘടന പരിശോധിച്ചാൽ 60 തികഞ്ഞവർ ജനസംഖ്യയുടെ 14.4%. 2030 ഇത് 20% കണക്കാക്കപ്പെടുന്നത്. അതിനാൽ തന്നെ സാമൂഹിക സുരക്ഷാ പദ്ധതികൾ ഊർജിതപ്പെടുത്തേണ്ടതും യുവതലമുറയ്ക്ക് ഇവരെ പരിചരിക്കേണ്ടതിനുള്ള അറിവ് പകർന്നു നൽകേണ്ടതും അത്യാവശ്യമാണ്. കോന്നി പാറമട ദുരന്തത്തിൽ മരിച്ച തൊഴിലാളികളുടെ മൃതദേഹം നാട്ടിലേക്ക് അയച്ചു. ഇന്ന് പുലർച്ചെ 5:25 നെടുമ്പാശ്ശേരിയിൽ നിന്ന് ഭുവനേശ്വറിലേക്കുള്ള ഇൻഡിഗോ വിമാനത്തിലാണ് ഇരുവരുടെയും മൃതദേഹങ്ങൾ നാട്ടിലേക്ക് അയച്ചത്. ഒഡീഷ സ്വദേശി അജയ് റായ്, ബീഹാർ സ്വദേശി മഹാദേവ് പ്രധാൻ എന്നിവരാണ് കഴിഞ്ഞ തിങ്കളാഴ്ച ചെങ്കളം കോറയിൽ പാറയിടിഞ്ഞു വീണ് മരിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരിതബാധിതർക്ക് സ്മാർട്ട് കാർഡ് നൽകുന്നതിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന ഡാറ്റ എൻറോൾമെന്റ് ക്യാമ്പിന് തുടക്കമായി. വയനാട് കളക്ടറേറ്റിലെ APJ ഹാളിൽ ജൂലൈ 13 വരെയാണ് ക്യാമ്പ് നടക്കുക. പുനരധിവാസ പദ്ധതിക്കായി സർക്കാർ പ്രഖ്യാപിച്ച 402 ഗുണഭോക്താക്കൾക്കാണ് ആദ്യഘട്ടത്തിൽ സ്മാർട്ട് കാർഡ് നൽകുക. കുട്ടികളുടെ അഭിരുചികൾക്ക് പുത്തൻ വേദിയും പഠന ലക്ഷ്യങ്ങൾക്ക് പുതിയ മുഖഛായയും നൽകിക്കൊണ്ട് കണ്ണൂർ ജില്ലയിലെ UP ക്ലാസുകളിൽ ഒരുക്കിയ ക്രിയേറ്റീവ് കോർണർ ശ്രദ്ധേയമാകുന്നു. സമഗ്ര ശിക്ഷ കേരള സ്റ്റാർസ് പദ്ധതി പ്രകാരമാണ് ഇത് നടപ്പിലാക്കുന്നത്. വിശദവിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. ജില്ലയിലെ 35 വിദ്യാലയങ്ങളിലാണ് ക്രിയേറ്റീവ് കോർണർ പ്രവർത്തനം ആരംഭിച്ചത്. LED ബൾബ് മേക്കിംഗ്, കാർപ്പന്ററി, ഡിസൈനിംഗ്, കുക്കിംഗ്, അഗ്രികൾച്ചർ, ഫാമിംഗ് എന്നീ മേഖലയിലുള്ള ക്ലാസുകളാണ് കുട്ടികൾക്ക് നൽകുക. ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ, കാർഷിക ഉപകരണങ്ങൾ, പ്ലംബിംഗ് ഉപകരണങ്ങൾ, ഗ്യാസ് സ്റ്റൗ, തയ്യൽ മെഷീൻ എന്നിവയും ലാബിലേക്ക് ആവശ്യമായ ഫർണിച്ചറുകളും ഉൾപ്പെടുത്തിയാണ് ഓരോ സ്കൂളിലും ക്രിയേറ്റീവ് കോർണർ തയ്യാറാക്കിയത്. 10 സെഷനുകളിലായി നടത്തുന്ന ക്ലാസുകൾ തികച്ചും സൗജന്യമാണ്. 5.5 ലക്ഷം രൂപയാണ് ഓരോ സ്കൂളുകൾക്കും അനുവദിച്ചിട്ടുള്ളത്. കേരളത്തിന്റെ അഭിമാന പദ്ധതിയായ വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്ത് ആദ്യ കണ്ടെയ്നർ കപ്പൽ ബർത്ത് ചെയ്തതിന്റെ 1ാം വാർഷികം ഇന്ന്. 2024 ജൂലൈ 11 സാൻ ഫെർണാണ്ടോ എന്ന കപ്പൽ കണ്ടെയ്നറുകളുമായി വിഴിഞ്ഞത്ത് അടുത്തത്. 2024 ഡിസംബറിൽ കൊമേഴ്സ്യൽ ഓപ്പറേഷൻ ആരംഭിച്ചു. ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ കപ്പൽ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന MSC ഐറിന ഉൾപ്പെടെ കഴിഞ്ഞ ഒരു വർഷത്തിനിടെ 392 കപ്പലുകളാണ് വിഴിഞ്ഞത്തെത്തിയത്. സംഗീത നാടക അക്കാദമിയുടെ ആദ്യ ദേശീയ താളവാദ്യോത്സവത്തിന് തിരിതെളിഞ്ഞു. കാത്തിരിക്കുന്നത് താളവിസ്മയങ്ങളുടെ 3 നാളുകൾ. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്. കേരള സാംസ്കാരിക വകുപ്പിന്റെയും കേരള സംഗീത നാടക അക്കാദമിയുടെയും ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന തത്തിന്തകത്തോം ദേശീയ താളവാദ്യോത്സവത്തിന് തിരിതെളിഞ്ഞു. കേരള സംഗീത നാടക അക്കാദമിയുടെ 67 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായാണ് താളവാദ്യോത്സവം സംഘടിപ്പിക്കുന്നത്. തബല മാന്ത്രികൻ ഉസ്താദ് സക്കീർ ഹുസൈൻ സ്മരണാഞ്ജലി അർപ്പിച്ചുകൊണ്ട് സംഘടിപ്പിക്കുന്ന താളവാദ്യോത്സവം 11, 12, 13 ദിനങ്ങളിലായാണ് അരങ്ങേറുന്നത്. ലോർഡ്സിൽ നടക്കുന്ന ഇന്ത്യ ഇംഗ്ലണ്ട് 3ാം ടെസ്റ്റിന്റെ 1ാം ഇന്നിംഗ്സ് ഇന്ന് പുനരാരംഭിക്കും. വൈകിട്ട് 3:30 മത്സരം. ഇന്ത്യക്കെതിരെ 4 വിക്കറ്റിന് 251 റൺസ് എന്ന നിലയിലാണ് ഇംഗ്ലണ്ട്. ഇന്ത്യയ്ക്ക് വേണ്ടി നിതീഷ് കുമാർ റെഡ്ഡി 2 വിക്കറ്റ് നേടി. രവീന്ദ്ര ജഡേജയും ജസ്പ്രീത് ബുംറയും ഓരോ വിക്കറ്റ് വീതം വീഴ്ത്തി. 5 മത്സരങ്ങളുള്ള പരമ്പര നിലവിൽ 1-1 നിലയിൽ സമനിലയിലാണ്. വിംബിൾട്ടൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് സെമി ഫൈനലിൽ 6ാം സീഡും 7 തവണ ചാമ്പ്യനുമായ നൊവാക് ജോക്കോവിച്ച് ഇറ്റലിയുടെ യാനിക് സിന്നറുമായി ഇന്ന് ഏറ്റുമുട്ടും. വനിതാ സിംഗിൾസ് ഫൈനലിൽ ഇഗ സ്വിയാടെക് നാളെ 13ാം സീഡ് അമാൻഡ അനിസിമോവുമായും ഏറ്റുമുട്ടും. കണ്ണൂർ പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ വിഭാഗത്തിൽ ശൈശവ വൈകല്യ നിവാരണ ക്ലിനിക് ആരംഭിച്ചു. മാസത്തിലെ ആദ്യ ശനിയാഴ്ച രാവിലെ 10 മുതൽ 12 വരെ ക്ലിനിക്ക് പ്രവർത്തിക്കും. സഹായ ഉപകരണങ്ങൾ ആവശ്യമുള്ള ഗുണഭോക്താക്കളെ കണ്ടെത്തുന്നതിന് 1 മാസത്തെ ക്യാമ്പും സംഘടിപ്പിക്കും. ശബരിമല ക്ഷേത്രനട ഇന്ന് തുറക്കും. പുതിയ നവഗ്രഹ ശ്രീകോവിലിൽ പ്രതിഷ്ഠയോടനുബന്ധിച്ചുള്ള പ്രത്യേക പൂജകൾ നാളെയും പ്രതിഷ്ഠാകർമ്മം 13-നും നടക്കും. മാളികപ്പുറത്തിന് സമീപമാണ് പുതിയ നവഗ്രഹ ശ്രീകോവിൽ നിർമ്മിക്കുന്നത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 337 പോയിന്റ് താഴ്ന്ന് 85,852-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 90 പോയിന്റ് നഷ്ടത്തിൽ 25,266-ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കൂടി. സ്വർണ്ണം ഗ്രാമിന് 55 രൂപ ഉയർന്ന് 9,075 രൂപയും പവന് 440 രൂപ വർദ്ധിച്ച് 72,600 രൂപയുമാണ് ഇന്നത്തെ വില. ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിൽ പുതിയ പള്ളാത്തുരുത്തി പാലത്തിന്റെ ആർച്ച് കോൺക്രീറ്റിംഗ് പ്രവൃത്തികൾ നടക്കുന്നതിനാൽ നാളെ രാവിലെ 10 മണി മുതൽ ഞായറാഴ്ച രാവിലെ 6 മണി വരെ AC റോഡിലൂടെയുള്ള ഗതാഗതത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തി. കളക്ടറേറ്റിൽ ചേർന്ന AC റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ യോഗത്തിലാണ് തീരുമാനം. തദ്ദേശ ഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടികയിലെ രജിസ്ട്രേഷൻ പ്രക്രിയയിൽ തകരാറുകൾ പരിഹരിക്കുന്നതിന് ഈ മാസം 19-ന് രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം ചേരുമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പറഞ്ഞു. തകരാറുകൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് BJP തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിരുന്നു. ഇതിനെ തുടർന്നാണ് യോഗം വിളിക്കാൻ കമ്മീഷൻ തീരുമാനിച്ചത്. കേരള എഞ്ചിനീയറിംഗ്, ആർക്കിടെക്ചർ ആൻഡ് മെഡിക്കൽ എൻട്രൻസ് സ്കീം പരീക്ഷയുടെ പുതുക്കിയ ഫലം പ്രസിദ്ധീകരിച്ചു. 76,230 വിദ്യാർത്ഥികൾ യോഗ്യത നേടി. ആദ്യത്തെ റാങ്ക് പട്ടിക ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് വിധി ഡിവിഷൻ ബെഞ്ച് ശരിവച്ചിരുന്നു. ഇതേ തുടർന്നാണ് മുൻ നിശ്ചയിച്ച പ്രോസ്പെക്ടസ് പ്രകാരം പുതുക്കിയ പട്ടിക പ്രസിദ്ധീകരിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ 2 ദിവസത്തെ കേരള സന്ദർശനത്തിനായി ഇന്ന് തിരുവനന്തപുരത്ത് എത്തും. ശാസ്ത്രീയ ഇടപെടലിലൂടെ രാജ്യം കാർഷിക രംഗത്ത് മുന്നേറുകയാണെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള സിനിമയുടെ പുതിയ പതിപ്പ് ഇന്ന് സെൻസർ ബോർഡിന് മുന്നിൽ. സംസ്ഥാനത്ത് നിപ ജാഗ്രത തുടരുന്നു. പാലക്കാട്, മലപ്പുറത്തും കേന്ദ്ര സംഘത്തിന്റെ സന്ദർശനം പുരോഗമിക്കുന്നു. ജനസംഖ്യാ വർധനയുടെ വെല്ലുവിളികളെക്കുറിച്ച് അവബോധം ഉണർത്തി ഇന്ന് ലോക ജനസംഖ്യാ ദിനം. ലോർഡ്സ് ക്രിക്കറ്റ് ടെസ്റ്റിന്റെ 1ാം ഇന്നിംഗ്സിൽ ഇന്ത്യക്കെതിരെ ഇംഗ്ലണ്ട് ഭേദപ്പെട്ട സ്കോറിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.